ഹലോ ഗൈസ്, മുഹബത്തിൻ മൊഞ്ചുള്ള സുലൈമാനിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിന്നൊരു അടിപൊളി ഉപ്പുമാവാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. ക്യാരറ്റ്, ബീൻസ്, സവാള, പച്ചമുളക് ഞാൻ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും ഞങ്ങൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പൊറാട്ട ആയിരുന്നു കേട്ടോ. പക്ഷെ കുട്ടികൾക്ക് രാവിലെ തന്നെ പൊറാട്ട കൊടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് റവ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് കരുതി. അതുകൊണ്ട് റോസ്റ്റ് ചെയ്തിട്ടുള്ള റവയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ആണുങ്ങൾക്കൊക്കെ ഒരു മടി കേട്ടോ രാവിലെ തന്നെ ഉപ്പുമാവൊക്കെ കഴിക്കാൻ. അപ്പം ഞാനൊരു അടുപ്പ് കത്തിച്ചിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കണേ. പിന്നെ നമ്മളെ പെണ്ണുങ്ങളെ ഇഷ്ടത്തിനൊന്നും അല്ലല്ലോ നമ്മൾ ഫുഡ് ഉണ്ടാക്കല്ലേ. നമ്മളെ ആണുങ്ങളെ അതുപോലെ നമ്മളെ കുട്ടികളുടെ ഇഷ്ടത്തിനല്ലേ ഫുഡ് ഉണ്ടാക്കുകയുള്ളൂ. നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ടോ? നമ്മളെന്തെങ്കിലും അവർക്ക് ഉണ്ടാക്കണത് ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കല്ല. അത് നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചോളി എന്ന് നമ്മൾ പറയില്ലല്ലോ. അങ്ങനെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് സവാള അധികം അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ലോണം വഴണ്ടി വരുന്ന രീതിയിൽ അങ്ങോട്ട് വഴറ്റിയെടുത്തിട്ട് അതിലേക്കാണ് നമ്മളെ ക്യാരറ്റ് ഉണ്ടല്ലോ അരിഞ്ഞ് വെച്ചാൽ ക്യാരറ്റും കൂടി ഇടുക. അതും വഴറ്റി വരണം. എന്നിട്ട് വേണം ബീൻസും പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റി അത് വെന്ത് വരണം. അല്ലെങ്കിൽ എന്താണെന്നറിയാം, നമ്മുടെ ഉപ്പുമാവൊക്കെ അതൊരു പച്ചക്കടി വരും വെന്തിട്ടില്ലെങ്കിൽ. അപ്പോൾ കുട്ടികൾക്ക് തീരെ ഇഷ്ടം ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവർക്ക് മടിയാണല്ലോ ഉപ്പുമാവായാലും എന്തായാലും കഴിക്കാൻ. അപ്പോൾ ഒരു വെറൈറ്റി കളർഫുള്ളായിക്കോട്ടെ വെച്ചിട്ടാണ് ഇതൊക്കെ പാടം ഞാൻ അതിലേക്ക് ഇട്ടത്. എന്നാലും ഇത് കഴിക്കൂ. ഒരു മയത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ കൂടെയൊക്കെ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ. അത്രയും കെയർ ചെയ്തിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. കുട്ടികളുടെ അവസ്ഥ അങ്ങനെയല്ലേ. എല്ലാവരുടെ കുട്ടികളെ അങ്ങനെ തന്നെയാവും. നിങ്ങളുടെ മക്കളൊക്കെ അങ്ങനെ തന്നെയാവുമല്ലോ. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് വെള്ളത്തിലൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാനും കൂടെ ഉണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്കൊരു ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് എന്ത് ചെയ്യണം, അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യുക അത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കണം. ഒന്നൊന്ന് തിളച്ച് കഴിഞ്ഞാൽ അതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുറച്ച് നേരം വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ആണ് ബാക്കിയുള്ള റവ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അത് തിളച്ച് വന്നിട്ടുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനൊന്ന് പൊക്കി നോക്കിയിട്ടോ ആ അടപ്പൊന്ന്. പക്ഷെ തിളച്ച് വന്ന് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ട്. അതിലേക്ക് എന്ത് ചെയ്തു, ആ റോസ്റ്റ് ചെയ്ത ഉപ്പുമാവിൻ്റെ റവ ഉണ്ടല്ലോ അതങ്ങോട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തേ. നല്ലപോലെ മിക്സ് ചെയ്തൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് കേട്ടോ. അല്ലാതെ തുറന്ന് വെച്ചത് വേവൂല. ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിച്ചെടുത്ത ഉപ്പുമാവട്ടെ കാണുന്നത്. അടിപൊളി ഉപ്പുമാവാണ്. നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട കേട്ടോ. നമ്മൾ മക്കൾക്ക് ഇഷ്ടമാവും. കാരണം എന്തുകൊണ്ടറിയാം, ഈ വെജിറ്റബിൾസൊക്കെ കളർഫുള്ളൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കൊരു പ്രത്യേക ഇഷ്ടമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ. ഇങ്ങനെയൊന്നും അല്ല ഞാൻ ഉണ്ടാക്കാറ്. പക്ഷേ വെറൈറ്റി ആയിട്ടൊന്നും ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ നമ്മൾ അടിപൊളി ഉപ്പുമാവൊക്കെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.